SI കോൺസ്റ്റബിൾ എന്നീ 2 പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് ഈ 100 ഡേയ്സ് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മികച്ച ഒരു പൊസിഷൻ നിങ്ങൾക്ക് നേടിത്തരിക എന്നതാണ് റോംബസ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇത് മൂന്നുമായിരിക്കും ഈ ബാച്ചിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാം ഹാളില് എക്സാം എഴുതുമ്പോൾ ഏറ്റവും നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് RPF നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ SI കോൺസ്റ്റബിൾ എന്നീ 2 പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് റിട്ടൺ എക്സാം പ്ലസ് ഫിസിക്കൽ ടെസ്റ്റ് ഉൾപ്പെടുന്നതാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ റിട്ടൺ എക്സാം ക്ലിയർ ചെയ്യുക എന്നതാണ്. സിലബസ് അറിയുന്നവർക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. 75 മാർക്കോളം എന്താണ് മാത്സ് റീസണിംഗ് സബ്ജക്റ്റ് ആണ്. ദെൻ ആണ് എന്ത് വരുന്നത് GK ടോപ്പിക്സ് വരുന്നത്. അപ്പൊ സാധാരണഗതിയിൽ മാത്സ് ആൻഡ് റീസണിംഗ് ബുദ്ധിമുട്ടുള്ളവര് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മടി കാണിക്കാറുണ്ട്. എന്നാൽ എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. വ്യക്തമായ സ്റ്റഡി പ്ലാനോടെ സിലബസ് അറിഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് ഡിവിഷൻസ് മനസ്സിലാക്കി ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന എക്സാം ആണ് RPF എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ മാത്സും റീസണിങ്ങിലും വീക്കായ ആളായിക്കോട്ടെ, ഇനി അതല്ല മാത്സും റീസണിങ്ങും നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം, എന്നാൽ GK എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാതെ വരാറുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ട ആളുമായിക്കോട്ടെ, നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ ട്രെയിൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ തരത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ റോംബസിന്റെ സ്പെഷ്യൽ യുണീക് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ ചെയ്യിക്കുന്ന ബാച്ചാണ് RPFന്റെ 100 ഡേയ്സ് ക്രാഷ് കോഴ്സ് ബാച്ച്. ഈ 100 ഡേയ്സ് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മികച്ച ഒരു പൊസിഷൻ നിങ്ങൾക്ക് നേടിത്തരിക എന്നതാണ് റോംബസ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, മാത്സ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ് നമുക്ക് കൂടുതലായിട്ട് വർക്കൗട്ട് ആവശ്യമുള്ള എക്സാം ആണ് RPFന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ്? ഏറ്റവും ഷോർട്ട് ടൈം കൊണ്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കുക, ധാരാളമായിട്ട് ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്സ് ചെയ്യാനുള്ള കഴിവ് നമ്മൾക്ക് വളർത്തിയെടുക്കുക, കൂടാതെ എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്സിൽ നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യിക്കുക. അപ്പൊ ഇത് മൂന്നുമായിരിക്കും ഈ ബാച്ചിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ദീപ്ത സാറിന്റെ നേതൃത്വത്തിലുള്ള ഓപ്ഷൻ എലിമിനേഷൻ ക്ലാസ്സുകളും അതുപോലെ എന്താണ് സാറിന്റെ ട്രിക്സ് വെച്ചിട്ട് ഏറ്റവും ഷോർട്ട് ടൈം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇത് രണ്ടുമാണ് ഈ RPF 100 ഡേയ്സ് ക്രാഷ് കോഴ്സ് ബാച്ചിന്റെ ഏറ്റവും കീ ഫീച്ചർ എന്ന് പറയുന്നത്. കൂടാതെ GK ടോപ്പിക്സിലും എന്താണ് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മാർക്ക് അനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ക്ലാസ്സുകളും നമ്മൾ ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ മാത്സിലും റീസണിങ്ങിലും ഞാൻ വീക്കാണ്, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഒരു വലിയ ആൻസർ ആയിരിക്കും RPFന്റെ ഈ 100 ഡേയ്സ് ക്രാഷ് കോഴ്സ് ബാച്ച്. നിങ്ങൾ ഏത് ലെവലിൽ ഉള്ള ആളുമായിക്കോട്ടെ, നിങ്ങളെ എല്ലാവരെയും എന്താണ് ഒരുപോലെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ പെർഫോം ചെയ്യാനായിട്ട് ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. നമ്മുടെ ഈ ബാച്ചിന്റെ മറ്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്ത് ലഭിക്കും? ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ എന്താണ് ഡെയിലി റെക്കോർഡ് ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. വളരെ നല്ലൊരു സെഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈവ് സെഷൻ എന്ന് പറയുന്നത്. ദെൻ എല്ലാ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നത് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്, അത് ദീപ്തി സാറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ടെക്നിക്കാണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്. നിങ്ങൾക്ക് എക്സാം ഹാളിൽ എക്സാം എഴുതുമ്പോൾ ഏറ്റവും നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ആൻഡ് സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്ക്. ഞാൻ പറഞ്ഞതുപോലെ 75 മാർക്കോളം മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. അപ്പൊ അതൊരു നോർമൽ വേയിൽ നമ്മൾ എക്സാം ഹാളിൽ കാൽക്കുലേറ്റ് ചെയ്യാനിരുന്നാൽ എന്താണ് നമ്മുടെ സമയം പോകും. അവിടെ നമുക്ക് എന്താണ് ഒരു സ്മാർട്ട് പ്ലാൻ ആണ് നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇത് ഈ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്സ് ആൻഡ് സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സ്. ഇത് രണ്ടും ഈ ബാച്ചിൽ കണ്ടക്ട് ചെയ്യുന്നത് ദീപ്തി സാറ് തന്നെയായിരിക്കും. ദെൻ മോക്ക് ടെസ്റ്റുകളാണ് ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ എക്സാം ഹാളിൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആകുന്നത്?
നമ്മൾ എത്രയധികം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുവോ അത്രയധികം കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എക്സാം ഹാളിൽ എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് ധാരാളമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റുകൾ PYQ അടിസ്ഥാനമാക്കി തന്നെ ഉള്ളതായിരിക്കും. അപ്പൊ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് ഈ മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആകും. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ അല്ലെങ്കിൽ ഇതിന് ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയാവുന്നതാണ് പേഴ്സണൽ മെന്ററിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ 100 ദിവസവും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ആ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാം, ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവരെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ അവർ തരുന്നതായിരിക്കും. ഈ 100 ഡേയ്സ് കൊണ്ട് എല്ലാ തരത്തിലും നിങ്ങളെ ട്രെയിൻ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മികച്ച പൊസിഷനിൽ നിങ്ങൾ ഉണ്ടാവുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയായിരിക്കും ഈ പേഴ്സണൽ മെന്ററിംഗ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ പല സമയത്തും വീക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്തിൽ നല്ല ആവേശമൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താണ് നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടാതെ വരുമ്പോൾ നമ്മൾ വീക്ക് ആവാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഈ 100 ഡേയ്സും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങളോടൊപ്പം എപ്പോഴും ആരുണ്ടായിരിക്കും? ഈ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അവർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കറക്റ്റ് ആയിട്ട് നൽകും. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡൗട്ടുകൾ എന്ത് ഡൗട്ടും ആയിക്കോട്ടെ അത് അവർ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. ഇനി നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെയ് 10-ാം തീയതിയാണ്. RPFന്റെ 100 ഡേയ്സ് ക്രാഷ് കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെയ് 10-ാം തീയതിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഈ ബാച്ചിൽ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ മെന്റർഷിപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ DT സാറിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മാത്സ് ആൻഡ് റീസണിങ്ങിന് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്സും അതുപോലെ സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ടും നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും ചെറിയൊരു ബാച്ച് ആണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ഹ്യൂജ് നമ്പറിൽ കുട്ടികൾ വരുന്തോറും എന്താണ് നമുക്ക് ഓരോരുത്തരെയും കൊടുക്കാൻ പറ്റുന്ന അറ്റൻഷൻ കുറഞ്ഞു വരും. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പഠിക്കുന്ന കുട്ടികളെല്ലാവരും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും മികച്ച പൊസിഷനിൽ ഉണ്ടാവണം എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നമ്പർ മാത്രമാണ് നമ്മൾ ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് കുട്ടികളെ എടുക്കുന്നത്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഉള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി കോൾസ് വരുന്നുണ്ട്, ക്രാഷ് കോഴ്സ് ബാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും വേഗം തന്നെ മെയ് 10-ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിന് ഭാഗമാകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ RPF ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു അവസരമാണ് ഈ 100 ഡേയ്സ് ക്രാഷ് കോഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ബേസ് ഇല്ലാത്ത ആളായിക്കോട്ടെ, ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങാത്ത ആളായിക്കോട്ടെ, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിലും ഈ 100 ദിവസം കൊണ്ട് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനോടെ നമ്മൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. ഒരു കറക്റ്റ് മെന്റർഷിപ്പോടെ നമ്മൾ ഏറ്റവും മികച്ച രീതിയിലായിരിക്കും ഈ 100 ദിവസം കൊണ്ട് നിങ്ങളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. മാത്സ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കൂ. ഈ 100 ദിവസം കൊണ്ട് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രോബ്ലംസ് എക്സാം ഹാളിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറിയിരിക്കും. അപ്പൊ എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ്സ് നിങ്ങൾ ഉറപ്പാക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ RPFന്റെ 100 ഡേയ്സ് ക്രാഷ് കോഴ്സ് ബാച്ചിലൂടെ. നമ്മുടെ ലൈഫ് ഏറ്റവും മനോഹരമാക്കുന്ന എപ്പോഴാണ്? നമ്മൾ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയായിരിക്കും ഈ RPF 100 ഡേയ്സ് ക്രാഷ് കോഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Download the Romus Learning app